നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ബ്ലോക്ക് 4 യൂണിറ്റ് 2 അനലൈസിംഗ് ലിറ്ററേച്ചർ. ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ലിറ്ററേച്ചർ അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് തിങ്സ് യു കീപ്പ് ഇൻ മൈൻഡ്? അപ്പൊ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഏത് ജാനറാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇപ്പൊ ജാനർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റൈൽ ഓർ കാറ്റഗറി ഓഫ് ആർട്ട്, മ്യൂസിക് ഓർ ലിറ്ററേച്ചർ. അപ്പൊ നമ്മൾ ഒരു പീസ് ഓഫ് റൈറ്റിങ്ങിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ജാനറിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും ഈസി അതൊരു പീസ് ഓഫ് പോയിട്രി ആണോ, പ്രോസ് ആണോ, ഡ്രാമയാണോ എന്ന് കണ്ടുപിടിക്കാനാണ്. ഇനി നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഒരു പോയട്രി ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഏത് ടൈപ്പ് ഓഫ് പോയട്രി ആണെന്നുള്ളത് നോക്കണം. അപ്പൊ പോപ്പുലർലി പോയട്രിയെ നമ്മൾ നാരേറ്റീവ് പോയട്രി, ഡ്രാമാറ്റിക് പോയട്രി, ലിറിക് പോയട്രി എന്നാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഈസ് നറേറ്റീവ് പോയട്രി? നറേറ്റീവ് പോയട്രി എന്ന് പറയുന്നത് സ്റ്റോറി പറയുന്ന ഒരു ഫോം ഓഫ് പോയട്രി ആണ്. അപ്പൊ അതൊരു നറേറ്ററുടെ വോയിസ് യൂസ് ചെയ്യാം, ക്യാരക്ടേഴ്സിന്റെ വോയിസ് യൂസ് ചെയ്യാം. രണ്ട് ടൈപ്പ് ഓഫ് നറേറ്റീവ് പോയട്രി ഉണ്ട്, എപ്പിക്സും ബാലഡ്സും. എപ്പിക്സ് എന്ന് പറയുന്നത് ദേ ആർ ലോങ് നറേറ്റീവ് പോയം. ഇപ്പൊ എപ്പിക്സിന് എക്സാമ്പിൾ ഇലിയഡ്, ഒഡീസി, പിന്നെ അതേപോലെ മഹാഭാരത, രാമായണ ഒക്കെ ആണ്. പിന്നെ അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, മഹാഭാരത ഇസ് നറേറ്റഡ് ബൈ വൈസംപേന ടു ജനന്മഞ്ജയ. ഇപ്പൊ കുരുക്ഷേത്ര വോർ ഇസ് നറേറ്റഡ് ബൈ സഞ്ജയ, പിന്നെ അത് വൈസംപന്യയുടെ നറേഷന്റെ ഒരു ഭാഗം ആണ്. ഇനി നെക്സ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബാലഡ്സ്. ബാലഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് പോയട്രി ദാറ്റ് ടെൽസ് എ സ്റ്റോറി. അത് ട്രഡീഷണലി മ്യൂസിക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ബാലഡ്സ് വർ യൂഷ്വലി പാസ് ഡൗൺ ഓറലി. ഇപ്പൊ ട്രഡീഷണലി എസ്പെഷ്യലി ഓൾഡർ ബാലഡ്സിന്റെ ഒക്കെ ഓതർഷിപ്പ് നമുക്ക് അറിയില്ല, കാരണം they were passed from people to people orally. പിന്നെ ബാലഡിനുള്ളൊരു എക്സാമ്പിൾ ബാലഡ് ഓഫ് സർ പാട്രിക് സ്പെൻസർ, ഇറ്റ്സ് എ വർക്ക് ഓഫ് അൺനോൺ ഓതർഷിപ്പ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡ്രമാറ്റിക് പോയട്രിയെ പറ്റിയിട്ടാണ്. സോ വാട്ട് ഈസ് ഡ്രമാറ്റിക് പോയട്രി? ഇപ്പൊ 3 ടൈപ്പ് ഓഫ് ഡ്രമാറ്റിക് പോയട്രി ഉണ്ട്. ഫസ്റ്റ് ഡ്രാമ റിട്ടൺ ഇൻ വേർഡ്സ്, 2 ഡ്രമാറ്റിക് മോണോലോഗ്, 3 സോളിലോക്കി. ഡ്രമാറ്റിക് മോണോലോഗിനെ പറ്റി പറയുമ്പോൾ യു ഹാവ് ടു മെൻഷൻ റോബർട്ട് ബ്രൗണിംഗ്, who is often talked about as the master of dramatic monologue. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പോയമാണ് മൈ ലാസ്റ്റ് ഡച്ചസ്. ഇറ്റ്സ് എ വെരി ഫേമസ് ഡ്രമാറ്റിക് മോണോലോഗ്. അപ്പൊ ആ പോയത്തിൽ ഡ്യൂക്ക് സ്പീക്കർ ആണ്, ഒരു ലിസണർ ഉണ്ട്. അപ്പൊ ഡ്യൂക്ക് പോയം തുടങ്ങുമ്പോൾ പറയുന്നത് മൈ ലാസ്റ്റ് ഡച്ചസ് ഇസ് പെയിന്റഡ് ഓൺ ദ വാൾ ലുക്കിംഗ് ആസ് ഇഫ് ഷി വർ അലൈവ് എന്നാണ്. അപ്പൊ റീഡറിന് മനസ്സിലാവും ഡ്യൂക്ക് നറേറ്റർ ആണ്. അപ്പൊ ആ ലൈൻസിൽ നമുക്ക് മനസ്സിലാവും ആരോ ഈ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. ഇവൻച്വലി ആ ഡ്യൂക്കിന്റെ പേഴ്സണാലിറ്റി ക്യാരക്ടറെല്ലാം റിവീൽഡ് ആവും ആൻഡ് വി അണ്ടർസ്റ്റാൻഡ് that the Duke killed his wife. Now let's talk about soliloquy. ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിന്റെ പ്രൊട്ടാഗണിസ്റ്റ് ആയ ഹാംലെറ്റ് പറയുന്ന ഒരു ഫേമസ് സോളിലോക്യി ഉണ്ട്. It is one of the most famous soliloquies in English literature itself. To be or not to be. എല്ലാവർക്കും അറിയാം. Though even those who do not know anything about Shakespeare knows about to be or not to be. അപ്പൊ അത് ഹാംലെറ്റ് താൻ തനിയെ ആയിരിക്കുമ്പോൾ പറയുന്നതാണ്. അപ്പൊ സോളിലോക്യി എന്ന് പറയുന്നത് ക്യാരക്ടർ സ്പീക്സ് ഹിസ് തോട്ട്സ് ടു ഹിംസെൽഫ്, പക്ഷെ ആരെയും ഡയറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ടാവണമെന്ന് ഇല്ല. Now let's talk about lyric poems. So lyric poems എന്ന് പറയുന്നത് they are short poems. They are sung to the accompaniment of lyre. ലിറിക് എന്ന വാക്ക് ലൈർ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വരുന്നത്, മീനിങ് എ സ്ട്രിങ്ഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിറിക് പോയംസ് ഉണ്ട്, ഓഡ്, എലജി, സോണറ്റ്. ഇപ്പൊ ഓഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അഡ്രസ്, ഒരു ഫോർമൽ സെറമോണിയസ് ആയിട്ടുള്ള ലിറിക് പോയം ആണ്. അത്
that addresses and often celebrates a person, place, thing, or idea. ഓടിനുള്ള എക്സാമ്പിൾസ് ഓ ടു എ നൈറ്റിംഗേൽ ബൈ ജോൺ കീറ്റ്സ്, ഓ ടു ദ വെസ്റ്റ് വിൻഡ് ബൈ പെർസി ബൈസി ഷെല്ലി. എലിജി ഇസ് എ പോയം ഓഫ് മോർണിംഗ്. അപ്പോൾ അത് ആരെങ്കിലും പാസ്റ്റ് അവേ ആയിക്കഴിഞ്ഞാൽ അവരെ മോൺ ചെയ്ത് എഴുതുന്ന ഒരു പോയമാണ് എലിജി. അതിനൊരു പെൻസീവ് അല്ലെങ്കിൽ മെലൻകലിക് മൂഡ് ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ലിസിഡസ്, ജോൺ മിൽട്ടൺ എഴുതിയിട്ടുള്ള ലിസിഡസ്. ഇറ്റ് വാസ് ടു കമ്മമറേറ്റ് ദ ഡെത്ത് ഓഫ് എഡ്വേർഡ് കിങ്. ഇപ്പൊ എഡ്വേർഡ് കിങ് യൂണിവേഴ്സിറ്റിയില് മിൽട്ടന്റെ കണ്ടംപററി ആയിരുന്നു, യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ്. ഇനി ടോക്കിംഗ് അബൌട്ട് സോണറ്റ്സ്. സോണറ്റ് എന്ന് പറയുന്നത് ഒരു ലിറിക് പോയമാണ്, 14 വരികളുള്ള ഒരു ലിറിക് പോയമാണ്. ദർ ആർ മെനി ടൈപ്സ് ഓഫ് സോണറ്റ്സ്. പെട്രാർക്കൻ സോണറ്റ് ഉണ്ട്, ഷേക്സ്പീരിയൻ സോണറ്റ് ഉണ്ട്, സ്പെൻസറിയൻ സോണറ്റ് ഉണ്ട്. ഓൾദോ ദർ ആർ മെനി അതർ ടൈപ്സ് ഓഫ് പോയട്രി, ഈ മേജർ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കോമൺ ആൻഡ് പോപ്പുലർ പോയട്രി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ കൂടെ നമ്മൾ പോയട്രിയുടെ വേറെ ചില ആസ്പെക്ട്സും അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ റൈം സ്കീം ഓഫ് എ പോയം. അപ്പൊ നമ്മൾ ഷേക്സ്പിയർ സോണറ്റിന്റെ റൈം സ്കീം നോക്കാം. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. So it's one of Shakespeare's most known sonnets. Shall I compare thee to a summer's day, though art more lovely and more temperate? Rough winds do shake the darling buds of May. അപ്പൊ അവിടെ കാണാം ഡേ ടെമ്പറേറ്റ്, they don't rhyme. അപ്പൊ എ ബി എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. So we start with A and from then on we consider the last words in the lines of the poem. അപ്പൊ ഡേ ടെമ്പറേറ്റ്, they don't rhyme, so we write A. But day may does rhyme. അപ്പൊ അവിടെ നമ്മൾ എ ബി എ എന്ന് വരുന്നു. And summer's leaves hath all too short a date, temperate date, so we go B. Sometime too hot the eye of heaven shines, so it doesn't go with anything, doesn't rhyme with anything, so just C. And often his gold complexion dimmed, so that's D. And every fair from fair sometimes declines, shines, declines, so C. By chance or nature's changing course untrimmed. അപ്പൊ അവിടെ ഡി ആണ് വരുന്നത്, dim, untrimmed. But thy eternal summer shall not fade, അവിടെ ഇ ആണ് വരുന്നത്. Nor lose possession of the fair thou owest. അപ്പൊ അവിടെ എഫ്, കാരണം it doesn't rhyme with anything. Nor shall death brag though wandered in his shade. Fade, shade, അവിടെ ഈ വരുന്നു. When in eternal lines to time thou growest. അപ്പൊ അവിടെ ost growest, എഫ് എഫ് വരുന്നു. So long as men can breathe or I can see, അവിടെ ജി വരുന്നു. So long lives this and this gives life to thee. അപ്പൊ സി ഡി, അവിടെ ജി ജി വരുന്നു. അപ്പോ നമുക്ക് ഫൈനൽ റൈം സ്കീം എ ബി സി ഡി ഇ എഫ് ജി ജി ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു പെട്രാർക്കൻ സോണറ്റിന്റെ റൈം സ്കീം എടുക്കുകയാണെങ്കിൽ എ ബി ബി എ സി ഡി ഓർ സി ഡി സി. പിന്നെ അതേപോലെ സ്പെൻസറിയൻ സോണറ്റിന്റെ എടുക്കുകയാണെങ്കിൽ എ ബി ബി സി സി ഡി ഇ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇതേ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഏതൊരു പോയത്തിന്റെയും റൈം സ്കീം കണ്ടുപിടിക്കാം. Now let's talk about figures of speech. അപ്പൊ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിൽ ആദ്യം വരുന്നത് സിമിലീസ് ആണ്. സോ എന്താണ് സിമിലീസ്? സിമിലീസ് ആർ യൂസ് ടു കമ്പയർ. അപ്പോൾ അതിൽ ലൈക്ക്, ആസ് തുടങ്ങിയ വാക്കുകൾ യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, oh my love is like a red rose. അപ്പൊ like a red rose, എന്റെ ലവ് ഒരു red റോസിനെ പോലെ ആണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റഫറിനെ പറ്റിയിട്ടാണ്. അനദർ വെരി കോമൺ ഫിഗർ ഓഫ് സ്പീച്ച്. അപ്പൊ മെറ്റഫർ സിമിലി ഒന്ന് വേറൊന്ന് പോലെയാണെന്നാണ് പറയുന്നതെങ്കിൽ മെറ്റഫറിൽ അണ്ടർസ്റ്റുഡ് ആണ് ഇറ്റ് ഇസ് സംതിങ് എൽസ്.
നോട്ട് സംതിങ് ഇസ് ലൈക്ക് സംതിങ് എൽസ്, ഇറ്റ് ഈസ് സംതിങ് എൽസ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ കീറ്റ്സിന്റെ ഓണഗ്രീഷനുകളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ലൈൻസ് ആണ് ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഇസ് ബ്യൂട്ടി. അപ്പൊ അവിടെയാണ് ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ബ്യൂട്ടി. ഇപ്പൊ ഒരു സിംപിളർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷീ ഈസ് എ ഫ്ലവർ. സിമിലി ആണെങ്കിൽ നമ്മൾ ഷീ ഈസ് ലൈക്ക് എ ഫ്ലവർ എന്ന് പറയുമായിരുന്നു, പക്ഷെ മെറ്റഫർ ആകുമ്പോൾ ഷീ ഈസ് എ ഫ്ലവർ. പിന്നെ അതേപോലെ വേറൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് സിനഡാക്കി. സിനഡാക്കി ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതായത് ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പാർട്സ് എടുക്കുന്നു, അത് അതിന്റെ ഹോൾ ആയിട്ട് എടുക്കുന്നു. അതായത് ഇപ്പോൾ 100 ഷിപ്സിനെ പറ്റി പറയാനായിട്ട് വി ടോക്ക് അബൌട്ട് എ 100 സെയിൽസ്. അപ്പൊ സെയിൽസ് ഷിപ്സിന്റെ ഒരു പാർട്ടാണ്. സോ ദാറ്റ് ഇസ് വാട്ട് വി ഡു. പിന്നെ നെക്സ്റ്റ് അഗൈൻ സംതിങ് ദാറ്റ്സ് എ വെരി കോമൺ ഫിഗർ ഓഫ് സ്പീച്ച്, ഓക്സിമറോൺ. അപ്പൊ ഓക്സിമറോൺ എന്ന് പറയുന്നത് ടു വേർഡ്സ് that appear to contradict each other but make sense. അതായത് നമുക്ക് കേൾക്കുമ്പോൾ വി ഫീൽ ലൈക്ക് ഈ രണ്ട് വേർഡ്സും കോൺട്രഡിക്റ്റ് ചെയ്യണം എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുക, ബട്ട് ഇറ്റ് മേക്സ് സെൻസ്. എക്സാമ്പിൾ പ്ലീസിങ്, പെയിൻസ്. അവിടെ കണ്ടോ, പെയിൻസ് എന്ന് പറയുമ്പോൾ വി ഡു നോട്ട് അസോസിയേറ്റ് പെയിൻസ് വിത്ത് പ്ലീസിങ്. പിന്നെ ഹൈപ്പർബോളെ ആണ് നെക്സ്റ്റ്. സോ ഹൈപ്പർബോളെ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാജറേഷൻ. മലയാളത്തില് മേ ബി വി ക്യാൻ ഇക്വേറ്റ് ടു അതിശയോക്തി. അപ്പോ ഫോർ എക്സാമ്പിൾ മൈ ഗ്രാൻഡ് ഡാഡ് ഇസ് ആസ് ഓൾഡ് ആസ് ടൈം. സോ അവിടെ നമുക്ക് ഓബ്വിയസ് ആയിട്ട് നമുക്ക് എക്സാജറേഷൻ കാണാനായിട്ട് പറ്റും. സോ നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇഡിയംസ്. ഇഡിയംസ് എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആണ്. അതായത് ഡിസ്ക്രൈബ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിട്ട് റിസംബ്ലൻസ് ഉണ്ടായിരിക്കും, പക്ഷെ ഇറ്റ് ഇംപ്ലൈസ് ദ ഫാക്ട് or the story behind it. അപ്പോൾ ഇവിടെ നോക്കാം, there is a silver lining in every cloud. അപ്പൊ പറയുന്നതിന് ഒരു ഇന്നർ മീനിങ് ഉണ്ട്. വി ക്യാൻ ഇൻഫർ സം മീനിങ് ബിയോണ്ട് ദ വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ്. അപ്പൊ അതാണ് ഇഡിയം. Now let's talk about personification. Personification is again a very commonly used poetic device. അപ്പൊ ഒരു ഇന്നാനിമേറ്റ് കോൺസെപ്റ്റിന് ഇന്നാനിമേറ്റ് ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു ആബ്സ്ട്രാക്ട് കോൺസെപ്റ്റിന് നമ്മൾ ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നു, ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുന്നു. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മിൽട്ടൺ സ്കൈനെ പറ്റി പാരഡൈസ് ലോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. സ്കൈ ലോവേർഡ് ആൻഡ് മട്ടറിംഗ് തണ്ടർ സം സാഡ് ഡ്രോപ്സ് വെപ്റ്റ് അറ്റ് കംപ്ലീറ്റിംഗ് ഓഫ് ദ മോർട്ടൽ സിൻ. ഇപ്പൊ ഇവിടെ ഉണ്ടോ, സ്കൈ ലോവേർഡ്, മട്ടറിംഗ് തണ്ടർ, പിന്നെ വെപ്റ്റ് അറ്റ്. അപ്പൊ അവിടെ എന്താണ്, ഇന്നാനിമേറ്റ് ആയിട്ടുള്ള ജീവനില്ലാത്ത സാധനത്തിന് ഹ്യൂമൻ പ്രോപ്പർട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് ഇസ് കോൾഡ് പേഴ്സോണിഫിക്കേഷൻ. ഇനി നമുക്ക് സിംബളിസത്തിനെ പറ്റി പറയാം. സിംബളിസം എന്ന് പറയുമ്പോൾ an object is used as a symbol of something. ഇപ്പൊ ഒരു റെഡ് റോസ് ലവിന് സിംബൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് പോലെ. പിന്നെ ഫ്ലവർ ബ്യൂട്ടിയുടെയും അതുപോലെ പ്യൂരിറ്റിയുടെ ഒക്കെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് പോലെ, സംതിങ് ലൈക്ക് ദാറ്റ് ഈസ് സിംബിൾസ്. ഇനി alliteration. Alliteration is again a very common device in poetry and it is used to bring a sort of musical quality to poems. അതായത് പോയംസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം, they were not written to be like read in a book or studied in a classroom. They were meant to actually be communicated orally. അപ്പോൾ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി കൊടുക്കാനായിട്ട് പോയംസിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ് ചെയ്യുന്നത് വളരെ കോമൺ ആണ്. അപ്പൊ അതിലൊന്നാണ് alliteration. അപ്പൊ alliteration എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റിപ്പിറ്റേഷൻ ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് എ സീരീസ് ഓഫ് വേർഡ്സ്. ആൻഷ്യൻ മാരിനർ എന്ന സാമുവൽ ടൈലർ കോൾഡ്രിച്ചിന്റെ പോയത്തിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. The fair breeze blew, white foam flew, and the furrow followed free. പിന്നെ അതുപോലെ we were the first to ever burst into the silence. എവിടെ കണ്ടോ ആ സെറ്റ് ഓഫ് വേർഡ്സിൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. സോ അതാണ് alliteration. Now next, assonance എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലർ വവൽ സൗണ്ട്സിന്റെ റിപ്പീറ്റേഷൻ ആണ്.
It takes place in 2 or more words in proximity to each other. For example, rise high in the bright sky. Vowel sounds in their repetition. Now next, we are talking about onomatopoeia. അപ്പോൾ എന്താണ് onomatopoeia? Onomatopoeia എന്ന് പറയുന്നത് it is a formation of a word from a sound associated with what it's named. അപ്പോൾ ഒരു വേർഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സൗണ്ടിൽ നിന്നാണ് ആ വേർഡിന്റെ നെയിം വരുന്നത്. അപ്പോൾ സിസിൽ, when you hear that word, you can imagine food sizzling while it's cooking. പിന്നെ കുക്കു, ആ ബേർഡ് ഉണ്ടാക്കുന്ന സൗണ്ടിൽ നിന്നാണ് ആ പേര് വരുന്നത്. Now, next let's talk about pun. Pun എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് എ പ്ലേ ഓൺ വേർഡ്സ്. വേർഡ്സ് വേർഡ് പ്ലേ ആണ് ബേസിക്കലി. അപ്പൊ പണ്ണ് ഡിഫറെന്റ് പോസിബിൾ മീനിങ്സ് ഓഫ് ദ വേർഡ്സ് യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എ ഹോഴ്സ് ഇസ് എ വെരി സ്റ്റേബിൾ ആനിമൽ. അപ്പൊ അവിടെ സ്റ്റേബിൾ എന്നുള്ളത് സ്റ്റഡി ആയിട്ടിരിക്കുക എന്നുള്ളൊരു മീനിങ് കൊണ്ട്, പിന്നെ ഹോഴ്സിനെ നമ്മൾ സ്റ്റേബിളിലാണ് ഹൗസ് ചെയ്യുക എന്നുള്ള ആ ഒരു മീനിങ്ങും വരുന്നുണ്ട്. ഇപ്പൊ ഷേക്സ്പിയറിനെ പറ്റി പറയായിരുന്നു, ഫൺ വാസ് ഹിസ് ഫേറ്റൽ ക്ലിയോപാട്ര. ഷേക്സ്പിയർ ലവ്ഡ് പൺസ്. പിന്നെ നെക്സ്റ്റ് ഐറണിയാണ്. ഐറണി എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ ആണ്. അതായത് സംതിങ് ദാറ്റ് ഇസ് ഇന്റൻഡഡ് ടു ഹാവ് എ പെർട്ടിക്കുലർ റിസൾട്ട് ഹാസ് ദി ഓപ്പോസിറ്റ് റിസൾട്ട്. അതായത് ഒരു റിസൾട്ട് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷെ അത് ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. ദാറ്റ് ഇസ് ഐറണി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഗോൾഡിന് വേണ്ടി ഒരാള് അയാളുടെ പാർട്ട്ണറെ ചതിച്ചു. പക്ഷെ ആ ഗോൾഡ് കിട്ടാൻ വേണ്ടി ഒരാൾ അയാളെ കൊന്നു. So he thought he would live a great life, but it was cut short. But the situation is ironic. Okay, ഇനി നമ്മൾ പ്രോസ് എങ്ങനെ അനലൈസ് ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാം. സോ ഇൻ ദ കേസ് ഓഫ് പ്രോസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ക്യാരക്ടർ, പ്ലോട്ട്, സെറ്റിംഗ്, തീം, സ്റ്റൈൽ, ഇതൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ക്യാരക്ടർ എന്ന് പറയുന്ന ടെക്സ്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്. പ്ലോട്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എവിടെയൊക്കെയാണ് സംഭവിക്കുന്നത്, എപ്പോഴൊക്കെയാണത് സംഭവിക്കുന്നത് എന്നൊക്കെയാണ്. തീം എന്ന് പറയുന്നത് വൈ എവറിത്തിങ് ഹാപ്പൻസ്, എന്താണ് സ്റ്റോറി കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റൈൽ എന്ന് പറയുന്നത് ഹൗ ഡസ് ദ റൈറ്റർ എക്സ്പ്രസ് ദിസ്. ഒരു സ്റ്റോറി ആണെങ്കിലും നെറേറ്റീവ് ആണെങ്കിലും ഹൗ ഡസ് ദ റൈറ്റർ എക്സ്പ്രസ് ദിസ്. അപ്പൊ ഇതെല്ലാം കൺസിഡർ ചെയ്താലേ നമുക്ക് ഒരു ടെക്സ്റ്റിനെ, ഒരു പ്രോസ് ടെക്സ്റ്റിനെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. So now let's talk about the point of view. Point of view എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the way a story is being told. ഒരു സ്റ്റോറി എങ്ങനെയാണോ പറയുന്നത് അതാണ് പോയിന്റ് ഓഫ് വ്യൂ. അപ്പം മിക്ക നറേറ്റീവ്സിനും ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഉണ്ടായിരിക്കും. ഇറ്റ്സ് വാട്ട്സ് കോമൺ. അപ്പൊ ക്യാരക്ടേഴ്സിന് നമ്മൾ ഹി, ഷീ, ദേ എന്നൊക്കെയാണ് റെഫർ ചെയ്യുന്നത്. ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂല് നറേറ്റീവ് ഐ എന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് പറയുന്നത്. സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ കോമൺ അല്ല, പക്ഷേ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നറേറ്റർ എപ്പോഴും യു എന്നാണ് അഡ്രസ് ചെയ്യുന്നത്. ഇനി പോയട്രി, പ്രോസ് ആൻഡ് ഡ്രാമയിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നറേറ്റീവ് ഒരു കോമഡി ആണോ, ട്രാജഡി ആണോ, സാറ്റയർ ആണോ എന്ന് ആണ്. സോ എന്താണ് കോമഡി? കോമഡി ഈസ് എ ഹ്യൂമറസ് നെറേറ്റീവ് അല്ലെ. നമ്മൾ തമാശയായിട്ടുള്ള നമ്മൾ ചിരിപ്പിക്കുന്ന നെറേറ്റീവ് ആണ് കോമഡി. സോ വാട്ട് ഇസ് ട്രാജഡി? ട്രാജഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെറേറ്റീവ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ ഗുഡ് ഔട്ട്കം. നമുക്ക് വളരെ സിംപ്ലിസ്റ്റിക് ടേംസിൽ പറയാം. ഇപ്പൊ യൂഷ്വലി എന്താ പറയാ, അതിലെ മെയിൻ ക്യാരക്ടറിന് സ്വന്തം ഫോൾസ് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കും. അതിനിപ്പോ സ്വന്തം ഫോൾസ് കൊണ്ട് തന്നെ ആവണമെന്നില്ല. അതാണ് ട്രാജഡി. Now what is satire? Satire നമ്മൾ മലയാളത്തിൽ പറയാ ആക്ഷേപഹാസ്യം എന്നാണ് നമ്മൾ സാറ്റയറിനെ പറ്റി പറയാനായിട്ട് മലയാളത്തിൽ യൂസ് ചെയ്യുന്ന ടേം. അതായത് എന്താ പറയാ, സൊസൈറ്റിയിലെ പ്രോബ്ലംസിനെ, ആളുകളുടെ ഫോൾസിനെ എല്ലാം എന്താ പറയാ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ കളിയാക്കുക. പോക്ക് ഫൺ at the follies and foibles of society, that is satire. ഇപ്പോ അതിന് ഗ്രേറ്റ് എക്സാമ്പിൾ, ഇംഗ്ലീഷ് അല്ല, ഗ്രേറ്റ് എക്സാമ്പിൾ ഇൻ മലയാളം കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകളാണ്.
സോ എന്താ പറയാ, പുരാണത്തിലെ വലിയ വലിയ കഥാപാത്രങ്ങൾക്ക് നാട്ടുരാജാക്കന്മാരുടെ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ചിരുന്നത്. സോ ഇറ്റ് വാസ് എ വെരി ഇഫക്റ്റീവ് വേ ഓഫ് ഡൂയിങ് ദാറ്റ്, എക്സ്പോസിംഗ് ദ ഫോളീസ് ആൻഡ് ഫോളബിൾസ് ഓഫ് സൊസൈറ്റി. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് എലിമെന്റ്സ് ഉണ്ട് വെൻ വി ആർ അനലൈസിങ് എ പീസ് ഓഫ് ലിറ്ററേച്ചർ. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിൽ നിന്ന് തുടങ്ങുന്നതിന് ബിഗിനറെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഭാഗത്ത് നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ്, ആസ് യു ക്യാൻ സീ ഇൻ ദി എക്സർസൈസസ്, ഇറ്റ് വുഡ് ബി ടു ക്രിട്ടിക്കലി അനലൈസ് പോയംസ് ഓർ പീസ് ഓഫ് പ്രോസസ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ലൈൻ, കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഫ്രോം ദ പോയം എ റെഡ് റെഡ് റോസ് ബൈ റോബർട്ട് ബേൺസ്. Oh, my love is like a red, red rose that's newly sprung in June. Oh, my love is like the melody, and it goes on like this. It is a beautiful poem. Just a pretty simple poem. അല്ലേ? So, അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? So, we can first think of whether it's a poetry, prose or drama. It's obvious that it's a poem. പിന്നെ we can analyze its rhyme scheme. പിന്നെ എന്താണ് ഇതിന്റെ തീം? So, it's a poem that talks about love. പിന്നെ എന്തൊക്കെ figures of speech ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്? സോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് വൺ. വി ഹാവ് സിമിലി, അല്ലേ? മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റെഡ് റോസ്. പിന്നെ റിപ്പീറ്റേഷൻ ഉണ്ട്, ലൈക്ക് ദ റെഡ് റെഡ് റോസ്, ഇറ്റ് ഇസ് ബീങ് റിപ്പീറ്റഡ്. പിന്നെ അതിനൊരു മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ട്. സോ വി ക്യാൻ അനലൈസ് ആൻഡ് എക്സ്പ്രസ് തിങ്സ് ലൈക്ക് ദാറ്റ്. Now let's look at the next question. So we are given a speech and we are supposed to critically analyze it. അപ്പോൾ when it's a speech, നമ്മളൊരു സ്പീച്ചിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെങ്കിൽ വി ഹാവ് ടു ടേക്ക് നോട്ട് ഓഫ് ദി സ്റ്റൈൽ ഓഫ് ഒറേഷൻ. ആ സ്പീച്ച് കൊടുത്തിരിക്കുന്ന സ്റ്റൈലിൽ നമ്മൾ അനലൈസ് ചെയ്യണം. പിന്നെ അതേപോലെ ഒരു പോയം ചെയ്യുന്ന പോലെ തന്നെയാണ്. അതായത് വാട്ട് ഇസ് ദ തീം, ആ സ്പീച്ച് എന്തിനെ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ വാട്ട് ആർ ദ ഏരിയാസ് ദ സ്പീക്കർ എംഫസൈസസ്, അതും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്താണ് ആ സ്പീച്ചിൽ നിന്ന് കിട്ടുന്ന മോറൽ, വാട്ട് is the speaker trying to do through the speech. For example, എന്തെങ്കിലും ഒരു വ്യൂ പോയിന്റ്സിനെ പറ്റി പെർസ്വേഡ് ചെയ്യാനാണോ സ്പീക്കർ ശ്രമിക്കുന്നത്? അപ്പൊ അതെല്ലാം നമ്മൾ നോക്കണം. പിന്നെ നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇസ് ടു അനലൈസ് എ പാർട്ട് ഓഫ് എ നോവൽ, ദ വൈറ്റ് ടൈഗർ ബൈ അരവിന്ദ് അഡിക. അപ്പൊ വാട്ട് do we have to do when you analyze a novel? So a novel is a combination of so many elements. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഇറ്റ്സ് ഇൻറ്റിമിഡേറ്റിംഗ്, അല്ലെ? ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ ഫസ്റ്റ് യു ഹാവ് ടു തിങ്ക് ഓഫ് ദ സ്റ്റൈൽ. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുള്ളത് ഒരു എപ്പിസോഡേറ്ററി സ്റ്റൈലിൽ എഴുതിയിരിക്കുന്ന ഒരു നോവലാണ്. സോ വാട്ട് ഇസ് ആൻ എപ്പിസോഡേറ്ററി സ്റ്റൈൽ? ഇറ്റ് ഇസ് എ സ്റ്റൈൽ ഓഫ് നോവൽസ് ദാറ്റ് ആർ റിട്ടൺ ത്രൂ ലെറ്റേഴ്സ്. പിന്നെ ആരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് അത് എഴുതിയിരിക്കുന്നത്? ഇസ് ഇറ്റ് എ ഫസ്റ്റ് പേഴ്സൺ സ്റ്റൈൽ ഓഫ് നറേഷൻ? ഇസ് ഇറ്റ് എ സെക്കൻഡ് പേഴ്സൺ ഓർ ഇസ് ഇറ്റ് എ തേർഡ് പേഴ്സൺ? സോ അതാണ് നമ്മൾ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇസ് ഇറ്റ് എ കോമഡി, ട്രാജഡി ഓർ സാറ്റയർ? നമുക്ക് തന്നിരിക്കുന്നത് ഇറ്റ്സ് എ ഹ്യൂമറസ് പീസ്, സോ ഇറ്റ്സ് എ കോമഡി. അപ്പോൾ പിന്നെ അതുപോലെ കോമഡി ആണെങ്കിൽ അതിന്റെ കൊമേഡിക് എലമെന്റ്സ് എത്രത്തോളം ഇഫക്റ്റീവ് ആണ്? അപ്പോൾ ഡിഡ് ഇറ്റ് മേക്ക് യു ലാഫ്? അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ അതുപോലെ കോമഡി ആണെങ്കിൽ പൺസ് പോലെയുള്ള ഡിവൈസസ് എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടാണ് റൈറ്റർ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. താങ്ക് യു.